ഇറാനിലെ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. 8ാം ദിവസത്തിലേക്ക് കടക്കുന്ന പ്രതിഷേധത്തിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുകയാണ്. അതിനിടെ സമരക്കാർക്കെതിരെ പ്രകോപനപരമായ നിലപാടാണ് അയത്തുള്ള ഖമേനി സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചമർത്തുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അമേരിക്കയോ ഇസ്രയേലോ ആണ് പ്രതിഷേധക്കാർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ആരോപിക്കുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ പ്രക്ഷോഭം, ഇറാനിലെ പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്, പ്രത്യേകിച്ചും വെനസ്വേലൻ സംഭവങ്ങൾക്ക് പശ്ചാത്തലത്തിൽ കൂടിയും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഇപ്പോൾ 8 ദിവസം പിന്നിടുകയാണ് ഈ പ്രതിഷേധം, ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം. അതിൽ അയത്തുള്ള ഖമനയി അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് ഡിസംബർ 27-ന് ആദ്യത്തെ ദിവസം വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള ഒരു ചെറിയ പ്രതിഷേധമായി വന്ന സമരം അത് പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും അതൊരു പ്രക്ഷോഭമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ അയത്തുള്ള ഖമനയി ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള ആശങ്കയുമുണ്ട്. നേരത്തെ പ്രസിഡന്റ് മസൂദ് പസഷ്കിൻ പറഞ്ഞത് ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒരു സമവായ നീക്കത്തിനാണ് മസൂദ് പസഷ്കിൻ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ അയത്തുള്ള ഖമനയി കുറച്ചുകൂടെ കടുത്ത നിലപാടുകൾ എടുക്കുന്നു. സമരക്കാരുമായി സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവരെ അടിച്ചമർത്തേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ ഈ സമരക്കാർക്കുണ്ട്. അത് ഒരു ആസൂത്രിതമായി നടത്തുന്ന ഒരു സമരമാണ്. വിദേശ ശക്തികൾ തങ്ങളുടെ സർക്കാരിനെ, ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആരോപണവും വിമർശനവുമാണ് ഇപ്പോൾ നടത്തുന്നത്. മാത്രമല്ല, 15ഓളം കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ 15ഓളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ ഈ സമരക്കാരും അവിടുത്തെ സായുധ സൈന്യവും ചേർന്നുള്ള ഏറ്റുമുട്ടലാണ് ഇവർ കൊല്ലപ്പെടുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രവിശ്യകളിലേക്ക്, ഇറാനിലെ കൂടുതൽ പ്രവിശ്യകളിലേക്ക് ഈ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിനൊരു പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് ഇറാനിലെ മത ചട്ടങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം 2022-ൽ മഹ്സ അമിനി എന്ന് പറയുന്ന യുവതി കൊല്ലപ്പെടുന്നതും അതിനുശേഷം അവിടെ ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും, അതുപോലെ തന്നെ ഈ അയത്തുള്ള ഖമനയി ഭരണകൂടം വന്നതിന് ശേഷം അവിടെ രാജ്യത്ത് ഈ വിലക്കയറ്റവും പട്ടിണിയും കൂടുന്നു. പകരം അവിടെ ഉണ്ടാകുന്നത് ടെററിസവും മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളും അതിനനുസരിച്ചുള്ള യുദ്ധങ്ങളുമൊക്കെയാണ് എന്നുള്ളതാണ് ജനങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഭരണമല്ല തങ്ങൾ ആഗ്രഹിക്കുന്നത്, പകരം സമാധാനപൂർണ്ണമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ ഡോളറിനെ അപേക്ഷിച്ച് അവിടുത്തെ റിയാൽ വലിയ രീതിയിൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇത്തരത്തിൽ 1979-ൽ ഷാ ഭരണകൂടത്തെ പെഹ്ലാവി, മുഹമ്മദ് ഷാ പെഹ്ലാവിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത് 1979-ൽ റുഹുള്ള ഖൊമൈനിയാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്, ഏറെക്കുറെ ഇതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് പ്രതിഷേധങ്ങൾ നടത്തുന്നതും. അക്കാലത്ത് ഈ ഖൊമൈനി, അതായത് അന്നത്തെ മുഹമ്മദ് ഷാ പെഹ്ലാവി ഈ രാജ്യത്തെ സ്വത്ത് ദൂർത്തടിക്കുന്നു, അവർക്ക് താല്പര്യമുള്ള ഭാഗങ്ങളിൽ മാത്രം വികസനം കൊണ്ടുവരുന്നു. മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് രാജ്യത്തിന് നല്ലതല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാവുന്നതും മുഹമ്മദ് ഷാ പെഹ്ലാവിക്ക് നാട് വിടേണ്ടി വന്നതും. അന്ന് റുഹുള്ള ഖൊമൈനിയാണ് രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തതും. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു അധികാരമാണ് തുടർന്ന് പോരുന്നതും. അപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഇറാനെതിരെ ഒരു പ്രക്ഷോഭമായി മുന്നോട്ട് വരുന്നത്. ഈ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ അമേരിക്ക നേരിട്ടിറങ്ങി അവരെ സംരക്ഷിക്കാൻ എത്തുമെന്നുള്ളൊരു കാര്യം പറയുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ പറയുന്നു ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാന്റെ പരമാധികാരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഏറെ കലുഷിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. സജിത്ത്, ശരി, ഇറാനിൽ അസാധാരണമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അഭിലാഷാണ് വിശദാംശങ്ങൾ.